ഈ പറയും ഭാര്യനെ അടിക്കണവന്മാർ വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും ഗുണ്ടയെ അടിക്കും? ഇല്ലല്ലോ. അവനേക്കാളും വീക്കായിട്ടുള്ളവനെ മാത്രമേ അവൻ ഉപദ്രവിക്കുകയുള്ളൂ. അത് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടിരിക്കുന്നത് ഭാര്യയായിരിക്കും. നല്ല മെജോറിറ്റി ആയിട്ട് ഭാര്യയുടെ ഭാര്യയുടെ ബാഗ് വരെ പിടിച്ചുകൊണ്ട് പോകുന്ന പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അതിശയത്തോടെ നോക്കിയിട്ടുണ്ട്. അത് അങ്ങനെയൊക്കെ മെയിൽ ഈഗോ ഇല്ലാഞ്ഞിട്ടാണ്. കല്യാണം എന്ന് പറയുന്നത് എന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. അതല്ലാതെ അതിനും അപ്പുറമായിട്ടുള്ള കല്യാണം വേണ്ടാന്നൊന്നും അല്ല. മാരേജ് ഇസ് ഓൺലി എ പാർട്ട് ഓഫ് ലൈഫ്, അത്ര തന്നെ. മാം, ഈ കേസിലൊക്കെ നമ്മൾ ഒരുപാട് കേസിലും നമുക്കൊരു തെളിവ് എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ ഒരു ബേസാണ്. അപ്പം ഈ ഡിവോഴ്സ് കേസസിലാണെങ്കിലും നമുക്ക് ഈ തെളിവ്, ഒരു ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കേസിലാണെങ്കിലും തെളിവ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇയാൾ ഉപദ്രവിച്ചു എന്നുള്ളതിൻ്റെ? ഉണ്ട്. കാരണം കോടതികൾ എപ്പോഴും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, എവിഡൻസ് ആക്ട് തന്നെയുണ്ട്, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ കുറച്ചൊക്കെ ലിബറലാണ് ഫാമിലി മാറ്റേഴ്സിൽ. പക്ഷേ ഞാൻ കണ്ടുവരുന്ന രണ്ട് മിസ്റ്റേക്സ് ഉണ്ട് കുട്ടികളുടെ. ഒന്നെന്ന് പറയുന്നത്, ഇപ്പം ഡൊമസ്റ്റിക് വയലൻസ് ഭയങ്കര സിവിയറായിട്ട് ഇവ ഹേർട്ട് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഇവനായിരിക്കും. എന്നിട്ട് കൊണ്ടുപോയിട്ട് അവിടെ പോകുമ്പോഴെന്താണെന്നറിയോ, തല ചുറ്റി വീണ്, തല തല്ലി. അങ്ങനെ ദയവ് ചെയ്ത് നിങ്ങൾ ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യാതെ, നിങ്ങളോട് ഇങ്ങോട്ടില്ലാത്ത സ്നേഹം നിങ്ങൾക്കെന്താ അവിടെ നിങ്ങൾ പറയൂ, നിങ്ങൾ അസോൾട്ട് ചെയ്ത് തന്നെന്ന് പറയും, ഹസ്ബൻഡ് ഉപദ്രവിച്ചു എന്ന് തന്നെ പറയും. നാണം കിടേണ്ട നിങ്ങളല്ല. അത് ഭയങ്കര പ്രോബ്ലമായിട്ട്. എന്നിട്ട് പിന്നീട് പറയും, മാം അത് അപ്പോഴങ്ങനെ അങ്ങേരാണ് എനിക്ക് ബില്ലൊക്കെ പേ ചെയ്തത്, അങ്ങേരാണ് കൊണ്ടുപോയത്, അത് കാരണമാണ് ഞാനത് ചെയ്യാത്തത്. പക്ഷേ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം അത് തന്നെയാണ്. കാരണം അങ്ങനെയുള്ളവനോട് ജീവിക്കണം വേണ്ടേ നമുക്ക് പിന്നെ തീരുമാനിക്കാം. പക്ഷേ ആ സമയത്ത് അങ്ങനെ തന്നെ പറയുക, ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലൊന്നും പോയിട്ടുണ്ടാവില്ല, ഫോട്ടോ എടുത്ത് വയ്ക്കും. പക്ഷേ ഫോട്ടോ എന്താ എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ കയ്യിൽ പറ്റിയെന്ന് വെച്ചാൽ ആ കൈയുടെ മാത്രം ഫോട്ടോ എടുക്കും. ഇവർ കോടതിയിൽ ഞാനെങ്ങനെയാണ് പറയണേ ഇവരുടെ കൈയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇവരുടെ ഫേസും കൂടെ വിസിബിൾ ആയിരിക്കണം. ഫേസും കൂടെ വിസിബിൾ ആയെങ്കിൽ മാത്രമേ എനിക്ക് ഇവരാണെന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ. ഇവിടെ കാലൊക്കെ ഇങ്ങനെ അടിച്ച് പൊട്ടിച്ച് മുറിച്ചിട്ടാവും, പക്ഷെ കാലിൻ്റെ ഫോട്ടോ മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ തെളിയിക്കണം. ഈ രണ്ട് മിസ്റ്റേക്സ് എപ്പോഴും എനിക്ക് ദോഷമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തെളിവുകൾ എടുക്കുന്ന സമയത്ത് കോടതിയിൽ ഹാജരാക്കുമ്പോൾ അത് ഉപദ്രവിച്ചിട്ടുള്ള എന്താ പറയുക പിക്ചേഴ്സ് എടുക്കുമ്പോൾ അത് എൻ്റേതാണെന്ന് കൂടെ കോടതിക്ക് ബോധ്യപ്പെടണം. അതേപോലെ ഹോസ്പിറ്റലിൽ പോയി ചെന്നിട്ട് നിങ്ങൾ ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യണം, വേട്ടക്കാരനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ട്, അത് അയാൾ ഡിസേർവ് ചെയ്യുന്നില്ല. എനിക്കൊന്ന് ഒരു അവയർനെസ് ആണ് കൊടുക്കേണ്ടെന്ന് തോന്നുന്നു. കാര്യം ഒത്തിരി ആൾക്കാർക്കുണ്ടല്ലോ മാം, ഈ ഉപദ്രവം ഒക്കെ ഇതൊക്കെ ഇങ്ങനെയാണ് നോർമലൈസ് ചെയ്യുന്നുണ്ട്. അതായത് ഭർത്താവാണെങ്കിൽ രണ്ടെണ്ണം കൊടുക്കേണ്ടതാണ് എന്നുള്ള ഒരു ചിന്ത വന്ന് കഴിഞ്ഞിട്ട്. ഇതിപ്പോൾ എനിക്ക് അറിയുന്ന ഒരു ഫാമിലി തന്നെ ഉണ്ട്, ചൂല് വെച്ചൊക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. അടുത്ത ദിവസം രാവിലെ എന്തോ മുട്ടായി മേടിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അത് സെറ്റ് ആവും. ഇത് ഡെയിലി നടക്കുന്ന ഒരു കേസാണ്. പക്ഷേ എനിക്കൊന്ന് ഈ ഒരു ഇതൊക്കെ ഇങ്ങനെ അല്ല എന്നൊരു അവയർനെസ് ആണെന്നൊന്ന് ശരിക്കും. ഇതല്ല കുടുംബജീവിതം, അല്ലെങ്കിൽ ഇതല്ല ലവ് എന്ന് പറയുന്നത്. എൻ്റെ ഭാര്യയാണെങ്കിൽ ഞാൻ രണ്ടെണ്ണം കൊടുത്തിരിക്കും എന്ന് പറയുന്ന, ഈ ഇടയ്ക്ക് തന്നെ ഏതോ ഡാൻസറിൻ്റെ യൂട്യൂബിൽ പറയുന്നുണ്ടായിരുന്നു, എന്നെ അടിക്കും എന്നുള്ള. അപ്പോൾ അത് വയലൻസ് എന്താണെന്ന് പോലും തിരിച്ചറിഞ്ഞുകൂടാത്ത പെൺകുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാനില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലൻസ് എന്ന് പറയുന്നത് ഫിസിക്കലി പെയിൻ തരുന്നത് എങ്ങനെയാണ് സ്നേഹമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഈ കുട്ടികൾക്ക് ശരിക്കുള്ള സ്നേഹം അറിയാൻ മേലഞ്ഞിട്ടാണോ അതോ നോർമലൈസ് ചെയ്ത് പോണതാണോ എന്നും എനിക്കറിയില്ല. ഉപദ്രവം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യൂ. പക്ഷെ മറ്റൊരാളെ ഉപദ്രവിക്കുക, ഫിസിക്കലി ഉപദ്രവിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇരയോട് ചെയ്യുന്ന ഒരു ക്രൂരത. നമ്മളെക്കാളും പവർഫുള്ളായിട്ടുള്ളവർ ഉപദ്രവിക്കില്ലല്ലോ. ഈ പറയും ഭാര്യനെ അടിക്കണവന്മാർ വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും ഗുണ്ടയെ അടിക്കുമോ? ഇല്ലല്ലോ. അവിടെ പോകുമ്പോഴേ സമയത്ത് ഇരിക്കും, പോലീസുകാരൻ വരുമ്പോൾ പോലീസുകാരനെ അടിക്കുമോ? അപ്പോൾ അവൻ ആരോട് എന്ത് ചെയ്യണമെന്നറിയാം. അപ്പോൾ അവനേക്കാളും വീക്കായിട്ടുള്ളവനെ മാത്രമേ അവൻ ഉപദ്രവിക്കുകയുള്ളൂ. അത് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടിരിക്കുന്നത് ഭാര്യയായിരിക്കും. അപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടിൻ്റെ അടിയാണ്. അടിക്കുമ്പോൾ അവൻ്റേതായിട്ട് പുരുഷത്വം അവൻ കാണിക്കുന്നതാണ്, അവൻ്റെ പവർ കാണിക്കുന്നതാണ്. പക്ഷേ ഇതുപോലെ ഒരു എന്താ പറയില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വമാണ് സ്ത്രീയെ തല്ലുന്നത്. നമുക്ക് പുരുഷനാണെന്ന് പോലും കരുതാൻ പറ്റാത്ത ഒരു വ്യക്തിത്വം. ഇനി താഴെ കമൻ്റ് ഇടുന്നവരെല്ലാവരും അതാണെന്ന് നിങ്ങൾ കൂട്ടിക്കൊള്ളൂ. മനസ്സിലായി? എന്നെ ചീത്ത വിളിക്കുന്നവരെല്ലാവരുടെ ഭാര്യമാരും ഇതുപോലത്തെ കൈതിയിൽ കൂടെ കടന്നു പോകുന്നു എന്ന് വിചാരിച്ചാൽ മതി. അല്ലാത്ത പുരുഷന്മാർ ഇല്ല, അത് ചെയ്യില്ല. എല്ലാവരും വിചാരിക്കുന്ന എല്ലാ പുരുഷന്മാരും അങ്ങനെ ഒരിക്കലും അല്ല. നല്ല മെജോറിറ്റി ആയിട്ട് ഭാര്യയുടെ ബാഗ് വരെ പിടിച്ചുകൊണ്ട് പോകുന്ന പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അതിശയത്തോടെ നോക്കിയിട്ടുണ്ട്. അത് അങ്ങനെ മെയിൽ ഈഗോ ഇല്ലാഞ്ഞിട്ടാണ്. അതാണ് പുരുഷനെന്ന് പറയുന്നത്. ഓക്കെ മാം, നമ്മുടെ ഈ ഒരു ഏജ് ഓഫ് കൺസെൻ്റ് ഉണ്ടല്ലോ, 16 years ആയിട്ട് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോർട്ടിലൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് അങ്ങനെ ചെയ്യുമ്പം അതിന് ഒരുപാട് പ്രോസും ഒരുപാട് കോൺസും ഉണ്ട്. അപ്പം നമ്മുടെ പോക്സോയൊക്കെ ഒരു പരിധിവരെ ഇത് എഫക്റ്റ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. അപ്പം എന്താണ് മാമിൻ്റെ ഒരു ഒപ്പീനിയൻ?
പേഴ്സണൽ ഒപ്പീനിയൻ ആണോ? പേഴ്സണൽ ഒപ്പീനിയൻ എങ്കിൽ 16 വയസ്സെന്ന് പറയുന്നത് വളരെ ചെറിയ കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി ഒരു തരത്തിലും വളർന്നിട്ടുണ്ടാവില്ല ഇന്നത്തെ കാലത്തിലുള്ള 16 വയസ്സുള്ള പെൺകൊച്ച്. പക്ഷേ എനിക്ക് തോന്നുന്നു പണ്ട് കർഷക കുടുംബത്തിലൊക്കെ ജനിച്ച് ചെറുതിലേ മുതലേ പശുവിൻ്റെ പാലും കറന്ന് മറ്റേ ചാണകം വാരി നടന്ന ആ പെൺകുട്ടിക്ക് കുറച്ചുകൂടെയൊക്കെ ചിലപ്പം ബുദ്ധിപരമായിട്ടുള്ള വളർച്ച ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ കാലത്തിൽ പഠിപ്പിസ്റ്റുകൾക്ക് പഠിക്കുക, സ്കൂളിൽ പോവുക എന്ന് മാത്രമേ ഉള്ളൂ 16 വയസ്സ്. പിന്നെ കുട്ടികളെന്ന് പറയുന്നത് 18 വയസ്സ് വരെയാണ് ഇന്നത്തെ നിയമം പറയുന്ന കുട്ടികളെന്ന് പറഞ്ഞ് 18 വയസ്സ് വരെ. 18 പോലും എനിക്ക് തോന്നുന്നു ഒട്ടും മെച്ചുവേർഡ് ആയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു 16 കുറയ്ക്കുന്നതിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് ഒട്ടും യോജിപ്പില്ല ഒരിക്കലും. 18 എന്ന് പറയുന്ന വയസ്സ് തന്നെയാണെങ്കിലും ഒരു എന്താ പറയുക മേജറായിട്ട് വോട്ടവകാശം കൊടുക്കുന്നു അല്ലെങ്കിൽ കല്യാണപ്രായം ആവുന്നു പെൺകുട്ടികളുടെ കാര്യം. 21 ആൺകുട്ടികൾക്ക്. അതും ചെറിയ കുട്ടികളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഏജ് ഡസൻറ്റ് മാറ്റർ. ലീഗലി 18 അലോ ചെയ്ത കാരണം നമുക്കൊരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയ്ക്ക് നോ പറയാൻ പറ്റില്ല. പിന്നെ ഏറ്റവും മെയിനായിട്ട് നോക്കേണ്ടത് അണ്ടർ ഏജ് 18 താഴെയുള്ള ഒരാളുമായിട്ടുള്ള സെക്ഷുവൽ റിലേഷൻഷിപ്പ്. അപ്പം മാരേജ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. മാരേജ് ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഫിസിക്കൽ ഇൻറ്റിമസി അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻ്റർകോഴ്സ് വരും. അങ്ങനെ വരുന്ന സമയത്ത് അത് പോക്സോയുടെ കീഴിൽ വരികയും ചെയ്യും. അപ്പോൾ വേറൊരു നിയമം ഇവിടെ മാറ്റി എഴുതണം. 18 വയസ്സിന് താഴെയുള്ള അവളുടെ കൺസെൻറ്റോട് കൂടെ ആണെങ്കിൽ അത് റേപ്പായി കഴിഞ്ഞു. അവൾക്ക് അണ്ടർ ഏജാണ് അവൾ വന്നിട്ട്. അപ്പോൾ അങ്ങനത്തെ വരുമ്പം ഇവിടെ ഏജ് കുറയ്ക്കുമ്പോൾ വേറൊരു നിയമം നമ്മൾ മാറ്റി എഴുതേണ്ടി വരും. അപ്പോൾ അത് കാരണം ഒരിക്കലും അതൊരു നടക്കുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരികയല്ലേ, നമ്മൾ താഴോട്ടല്ലല്ലോ വരേണ്ടത്, നമ്മൾ മുകളിലോട്ട് വളർന്ന് വരികയല്ലേ വേണ്ടത്. പിന്നെ ഈ കല്യാണം എന്ന് പറയുന്നത് എന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. അതല്ലാതെ അതിനും അപ്പുറമായിട്ടുള്ള കല്യാണം വേണ്ടാന്നൊന്നും അല്ല. മാരേജ് ഈസ് ഓൺലി എ പാർട്ട് ഓഫ് ലൈഫ്, അത്ര തന്നെ. പിന്നെ ഇപ്പം വന്നിട്ട് കോടതിയുള്ള വിധി വന്ന് കല്യാണം എന്ന് പറയുന്നത് എന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. അതല്ലാതെ അതിനും അപ്പുറമായിട്ടുള്ള കല്യാണം വേണ്ടാന്നൊന്നും അല്ല. മാരേജ് ഈസ് ഓൺലി എ പാർട്ട് ഓഫ് ലൈഫ്. എത്ര കമ്മിറ്റ്മെൻറ്റ്സ് ആണ് അവൾ ചെയ്യുന്ന. കല്യാണം എന്ന് പറയുന്നത് എന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. അതല്ലാതെ അതിനും അപ്പുറമായിട്ടുള്ള കല്യാണം വേണ്ടാന്നൊന്നും അല്ല. മാരേജ് ഈസ് ഓൺലി എ പാർട്ട് ഓഫ് ലൈഫ്. ഏത് കുട്ടിയാണെങ്കിലും അവളെ കൺസെൻറ്റോടുകൂടെ ആണെങ്കിലും അത് ശരിക്കും റേപ്പിൽ വരും. പക്ഷേ ചില കോടതികൾ ഇപ്പം മനസ്സിലാക്കുന്നുണ്ട്. കാരണം അവൾക്ക് കാര്യപ്രാപ്തി ഉണ്ട്, അവൾക്ക് കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു അവൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചും ആ റിലേഷൻഷിപ്പിലുള്ള അവൾ അതിന് സീരിയസ് ആയിട്ടും ആ റിലേഷൻഷിപ്പിലാണ് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് റേപ്പായിട്ട് വരും, പോക്സോ ആയിട്ട് വരും. എല്ലാ കേസും വളരെ റെയർ കേസായിട്ട് കുറേ കോടതികൾ അങ്ങനെ വിധിച്ചിട്ടുമുണ്ട്.